ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്നുണ്ടെങ്കിൽ ഒരു 3-in-1 പ്രൊഡക്റ്റ് ആണ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിരവ, അതേപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചി വെച്ചിട്ട് നമുക്ക് ടൈറ്റൻ ചെയ്യുന്ന ഒരു സാധനം, പിന്നെ ഒരു കത്തി. അത് ഈ ഒരു 3 സാധനം ഈ ഒരു ചിരവയുടെ ഈ ഒരു പുതിയ മോഡലിൽ വരുന്ന സംഭവത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ, നല്ല ഹെവിയാണ്. അതേപോലെ ഇതിൻ്റെ ബ്ലേഡ്സ് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള ബ്ലേഡ്സ് ആണ്, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റമാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ കത്തി വരുന്നത്. നമ്മളിങ്ങനെ മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിയാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കത്തിയാണ്. അത് ഈ ഒരു സംഭവം കണ്ടില്ലേ, ആ ഒരു അതിലാണ് ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണോ നല്ലതാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഇതാണ് ആ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് 560 രൂപക്കാണ് കേട്ടോ. ഞാനൊരു സെയിലിൻ്റെ ടൈമിലാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്, ഒരു 600 സംതിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെയിൽ ഓഫറിൻ്റെ ടൈമിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് കുറവായിരിക്കും. പ്രൈസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് സെയിലിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് നല്ല കുറവായിരുന്നു. എന്തായാലും നല്ല കനമുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അടുത്ത ഞാൻ വാങ്ങിച്ചത് നമ്മൾ അരിയൊക്കെ കഴുകുന്ന ഒരു ബൗളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിന് ഞാൻ വാങ്ങിച്ചത് 75 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് അരി മാത്രമല്ല, ഇപ്പം നമ്മൾ ചെറുപയർ, പരിപ്പ്, അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങൾ, അതേപോലെ ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നമുക്ക് കഴുകാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കനമുണ്ട്. ഞാൻ ഒരെണ്ണം കേട്ടോ വാങ്ങിച്ചത്. നമുക്ക് 2 കോംബോ ആയിട്ടൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. 75 രൂപയ്ക്ക് എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴുകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനൊക്കെ ഇത് നല്ലതാണ്. വലിയ സാധനമല്ല, എന്നാൽ ഒരു മീഡിയം നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കറക്റ്റ് പാകത്തിനുള്ള ഒരു ബൗളാണ് കേട്ടോ. ഇതിൽ ആ ഒരു നമ്മൾ വെള്ളം കളയാനുള്ള, ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ഹോൾസൊക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാൻ നല്ല സാധനമാണ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തതുണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഇത് ഞാൻ 75 രൂപക്കാണ് വാങ്ങിച്ചത്. നമുക്ക് പാത്രം കഴുകാനും അത്യാവശ്യം എല്ലാം നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്. ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന രീതിയിലാണ്, നോൺ സ്ക്രാച്ച് എന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ സ്ക്രാച്ച് വരുന്ന രീതിയിലുള്ള ഒരു തുണിയാണ് കേട്ടോ ഇത്. പക്ഷെ എന്തായാലും കൊള്ളാം. നമുക്കിത് യൂസ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മടക്കി വെക്കാനൊക്കെ പറ്റുന്നുണ്ട്. സാധാരണ നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ അതുമേ തന്നെ അഴുക്ക് കെട്ടിക്കിടക്കില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല, നമുക്ക് കഴുകിയിട്ട് ആ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായിരിക്കും. 5 എണ്ണം വരുന്നുണ്ട്. 75 രൂപക്ക് ലാഭമാണ്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ബ്രഷ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സിങ്കിൻ്റെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡ് വശമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയുള്ള ഒരു ബ്രഷാണ് കേട്ടോ. പിന്നെ കുപ്പിയൊക്കെ എനിക്ക് തോന്നുന്നു ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. ഞാൻ കുപ്പി കഴുകിയായിരുന്നു ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ. നല്ലൊരു ബ്രഷാണ്. 75 രൂപക്ക് ലാഭമാണ് കേട്ടോ. അടുത്തത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഈ ഒരു ചപ്പാത്തി എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ പരത്താനോ ഒക്കെ സഹായിക്കുന്ന ഒരു എന്താ പറയുക ഒരു മാറ്റാണ് കേട്ടോ. റൊട്ടി മാറ്റ് എന്ന് പറയും. നമുക്കിപ്പോൾ വീട്ടിൽ നമുക്ക് ചപ്പാത്തി പരത്തണ പലകയോ അല്ലെങ്കിൽ ടൈല് കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതാണെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ട് ടേബിളിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. ഇതൊരു സിലിക്കോണിൻ്റെ ഒരു മാറ്റ് ആയതുകൊണ്ട് ചുളിക്കൊന്നും ഉണ്ടാവില്ല. റീയൂസ് ചെയ്യാം, കഴുകി വൃത്തിയാക്കി നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചപ്പാത്തി പരത്തണമെന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഈ സിലിക്കോണിൻ്റെ ഇതൊരു റീയൂസബിൾ ഷീറ്റ് ആയത് കാരണം നമുക്ക് വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താല്ല എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തി കഴിയുമ്പോൾ ഇത് അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് വാഷ് ബേസിനിൽ കഴുകി വൃത്തിയാക്കി, പിന്നെ തറയൊന്നും തുടക്കണ്ട. ഞാൻ ടൈലിലാണ് ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും ലാഭമാണ്, കാരണം 125 രൂപ ഈ ഒരു സിലിക്കോൺ മാറ്റിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു മെറ്റൽ സ്റ്റോറേജ് റാക്കാണ് കേട്ടോ. ഇത് നമ്മുടെ വാഷ് ബേസിൻ, അതേപോലെ നമ്മൾ പാത്രം കഴുകുന്ന പൈപ്പ് ഉണ്ടാവില്ലേ, കിച്ചൻ്റെ ആ ഒരു സിങ്കിൻ്റെ മേളിലുണ്ടാകുന്ന അങ്ങനത്തെ പൈപ്പുകളിൽ, അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൽ തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള മോഡലുള്ള പൈപ്പുകളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറേജ് റാക്കാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ കിച്ചണിൽ വരുന്ന പൈപ്പിലായിരിക്കും കേട്ടോ കൂടുതൽ ആൾക്കാരും വെക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും 151 രൂപക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരു ബ്രഷും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ കഴുകുന്ന തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ് കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ഒരു സ്റ്റോറേജ് റാക്കാണ് ഇത്. ഇത് നല്ല അടിപൊളി സാധനമാണ്. ഞാനൊരു ഫ്രണ്ട് ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾ അത് വെച്ച് കണ്ടിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന പ്രൈസിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും, ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം കേട്ടോ. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മീഷോയിലായതുകൊണ്ട്.
അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റായിട്ടുള്ള ബ്രഷാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 ഐറ്റംസ് വരുന്നുണ്ട്. നമ്മൾ അടിച്ചു വരുന്ന ചൂല് പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ഡസ്റ്റ് പാൻ, പിന്നെ ഒരു വൈപ്പ് ചെയ്യുന്നത് വെള്ളമൊക്കെയുള്ള വൈപ്പറൊക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷുമാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ ഇത് 3ഉം കൂടി ഞാൻ വാങ്ങിച്ചത് 560 രൂപക്കാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു സംഭവം പ്ലാസ്റ്റിക്കാണ് കേട്ടോ, നീല കളറുള്ളത്. പിന്നെ ഇതിൻ്റെ പിടിയുണ്ട്, അതായത് നമ്മളിങ്ങനെ ഒരു വടി പോലെ ഉണ്ടാവില്ലേ, അത് മെറ്റലാണ് കേട്ടോ വന്നേക്കണം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നല്ല സാധനമാണ് കേട്ടോ. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ ഒരു നിന്നുകൊണ്ട് അടിച്ചു വരുന്ന ചൂലല്ലല്ല ഡസ്റ്റ് പാൻ, വേസ്റ്റ് വരുന്ന സാധനം വാങ്ങിക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നത്. അപ്പോൾ അത് മാത്രം ഇട്ട് നോക്കുമ്പോൾ നല്ല പ്രൈസ് ഉണ്ട്. ഡസ്റ്റ് പാനിന് മാത്രം നിന്നുകൊണ്ട് അടിക്കണതിന് 300 സംതിങ് ആയിരുന്നു പ്രൈസ്. പിന്നെ കോംബോ ആയിട്ട് 480 രൂപ. അപ്പോൾ അതെനിക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നി. ഇതിപ്പോൾ 3 എണ്ണം ഒരുമിച്ച് കിട്ടിയപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒപ്പം 3 ആ ഒരു സ്റ്റിക്കും കൂടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നടുവേദന കാര്യങ്ങളുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് പറ്റിയതാണ്. എപ്പോഴും ഇങ്ങനെ കുമ്പിട്ട് നമ്മൾ അടിച്ചു വാരി വേസ്റ്റിൽ ഇങ്ങനെ വാരുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റും. പിന്നെ മടിയുള്ള ആൾക്കാർക്കും പറ്റും എന്നെ പോലെ ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം. 560 രൂപക്കാട്ടോ ഞാൻ വാങ്ങിച്ചത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ലാഭമായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും റിവ്യൂ വേണമെങ്കിൽ പറയാം, ഞാൻ അടിച്ച് വരണത് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ചെയ്യുക. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.